ചാറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച 3 ഗണിത പ്രശ്നങ്ങളുമായിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിൽ വൈകുന്നേരം 6:30 ആയെങ്കിൽ സൂചികൾ തമ്മിലുള്ള കോൺ എത്ര? ഒന്നുകൂടി, ഒരു ക്ലോക്കിൽ വൈകുന്നേരം 6:30 ആയെങ്കിൽ സൂചികൾ തമ്മിലുള്ള കോൺ എത്ര? ഇവിടെ ഇപ്പം സമയം 6:30 ആണ് അല്ലെ? 6:30 ആണ്. ഇവിടെ നോക്കുക, 6:30 ആണ്. അത് വൈകുന്നേരം രാവിലെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, 6:30 ആണ്. രാവിലെ ആയാലും വൈകുന്നേരം സൂചികൾ തമ്മിലുള്ള കോണളവ് ആ സമയങ്ങളിൽ സെയിം ആയിരിക്കും. ഇനി നോക്കേണ്ടത് 6:30 ആണെങ്കിൽ അതിന്റെ കോണളവ് സാധാരണ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? ഏതായിരുന്നു ഇക്വേഷൻ? 30 × HH മൈനസ് 11/2 MH അല്ലെ? HH എന്താ? അവർ ഹാൻഡും MH എന്താ? മിഡ് ഹാൻഡും. അപ്പം ഇവിടെ ഈ ചോദ്യത്തിൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? വിട്ട് കളയരുത്. അപ്പൊ നമുക്കിത് കളയണം. ആശാൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലത്തിൽ വിട്ട് കളയാം. ഇവിടെ നോക്കൂ, ഈ ഇക്വേഷൻ ഇതിലെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഓൾറെഡി 6:30 ആണ്. ഇവിടെ 30 എന്ന് പറയുമ്പം മിനിറ്റ് സൂചി എവിടെയായിരിക്കും? ക്ലോക്കില് 6ന്റെ എവിടെയായിരിക്കുമല്ലോ. ഇവിടെ 6ന്റെ സ്ഥാനത്തായിരിക്കും മിനിറ്റ് സൂചി. അപ്പൊ ഇവിടെയും 6, ഇവിടെയും 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് എത്രയെന്ന് അറിയാമോ? 30ന്റെ പകുതി ആയിരിക്കും, 15 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയപ്പോ കണ്ടീഷൻ എന്താണ്? ഇവിടെ 6 ഉണ്ട്, 30 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി എവിടെയാണ്? 6ലാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ മിനിറ്റിന്റെ പകുതി ആയിരിക്കും, 15 ഡിഗ്രി. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5:25 എന്നിരിക്കട്ടെ. 5:25 ആകുമ്പോൾ ഇവിടെ 5 ഉണ്ട്, മിനിറ്റ് സൂചി ഇവിടെ 25 എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? 5ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 25ന്റെ പകുതി ആയിരിക്കും ഇതിന്റെ ആംഗിൾ. 25ന്റെ പകുതി എന്ന് പറയുമ്പോൾ 12.5 ഡിഗ്രി. ഇനിയും പോട്ടെ, അടുത്തത് 4:20. ഇനി നമുക്ക് പറയാലോ, ഇവിടെ 20 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 4ലായിരിക്കും, ഇവിടെയും ഓൾറെഡി എന്തുണ്ട്? 4 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 20ന്റെ പകുതി ആയിരിക്കും, 10 ഡിഗ്രി. ഇനിയിപ്പോ നമുക്ക് 3.4 കണ്ടുപിടിക്കാം, 2:10 കണ്ടുപിടിക്കാം, 1:5 കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്ത് ചെയ്യുക? വേണ്ട. ഇക്വേഷൻ എന്ത് ചെയ്യുക? വിട്ടുകളയുക. ഇവിടെ നോക്കൂ, അപ്പം കണ്ടീഷൻ ഇവിടെയാണ്. ഇവിടെയും ഒരേ സംഖ്യ വേണം, മിനിറ്റ് ഹാൻഡും ആ സംഖ്യ തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ ആ മിനിറ്റിന്റെ പകുതി ആയിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എത്രയാണ്? 15 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം, 1982 ഉപയോഗിച്ച ഒരു കലണ്ടർ ഇനി വരുന്ന ഏത് വർഷമായിരിക്കും ഉപയോഗിക്കാൻ കഴിയുക? 1982 ഉപയോഗിച്ച കലണ്ടർ ഇനി വരുന്ന ഏത് വർഷമായിരിക്കും ഉപയോഗിക്കാൻ കഴിയുക അല്ലെ? ഇവിടെ വർഷം 1982 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സാധാരണ ചെയ്യുന്നത് ഈ 1982നെ 4 കൊണ്ട് ഹരിക്കും. 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം 1 ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന വർഷത്തിനോട് 6 കൂട്ടും. ആ വർഷമായിരിക്കും സെയിം കലണ്ടർ ഉപയോഗിക്കേണ്ടി വരിക. ഇനി ശിഷ്ടം 2ഓ 3ഓ ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോട് 11 കൂട്ടും. ഇനി ശിഷ്ടമൊന്നുമില്ല, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവയോട് 28 കൂട്ടും. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 1982 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ശിഷ്ടം 1 ആണെങ്കിൽ +6, ശിഷ്ടം 2ഓ 3ഓ ആണെങ്കിൽ +11 കൂട്ടണം. ശിഷ്ടം 0 അല്ലെങ്കിൽ 4 എന്ന് പറയാൻ പറ്റില്ല. ശിഷ്ടം 0 ആണെങ്കിൽ +28 ആണ് ചെയ്യേണ്ടത്. ഇവിടെ 1982 അത് തന്നിട്ടുണ്ട്. ഇനി 1982 4 കൊണ്ട് ഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ 4 സംഖ്യയും കൂടി ഹരിക്കണ്ട, അവസാനത്തെ 2 സംഖ്യ മാത്രം എന്ത് ചെയ്യാൻ ഹരിച്ചാൽ മതി. അപ്പം 82നെ 4 കൊണ്ട് ഹരിക്കുക. 4 എന്ന് പറയുമ്പോൾ എത്രയാ? ഇവിടെ പോകും 8, 4, 2. ശിഷ്ടം എത്രയാ? 2 ആണ് ശിഷ്ടം കിട്ടുന്നത് അല്ലെ? ശിഷ്ടം 2 ആണെങ്കിൽ എത്ര കൂട്ടണം എന്നാ പറഞ്ഞത്? 11 കൂട്ടണം. അപ്പൊ 1982ന്റെ കൂടെ 11 കൂട്ടിയാൽ എത്രയാ കിട്ടുക? 1993. അപ്പം 1982 ഒരു കലണ്ടർ ഇനി വരുന്ന ഏത് വർഷമായിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുക? 1993 കൂടി എന്ത് ചെയ്യാം? ആ കലണ്ടർ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പം ശിഷ്ടം 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോട് 6 കൂട്ടണം. ശിഷ്ടം 2ഓ 3ഓ ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോട് 11 കൂട്ടണം. ഇനി പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോട് 28 കൂട്ടണം. ഇവിടെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 സംഖ്യയും കൂടി എന്ത് ചെയ്യണ്ട? ഹരിക്കേണ്ട. അവസാനത്തെ 2 സംഖ്യകൾ, വർഷത്തിന്റെ അവസാനത്തെ 2 സംഖ്യകൾ എന്ത് ചെയ്യാം? ഹരിച്ചാൽ മതി.
നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു കച്ചവടക്കാരൻ കസേരയുടെ വില 30% കൂട്ടി 10% ഡിസ്കൗണ്ടിന് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച ലാഭത്തിന്റെ ശതമാനം എത്ര? ഇവിടെ കസേരയുടെ വില എത്രയാണ് തന്നിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ നമ്മള് ശതമാനത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. x+y+xy/100 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. എന്നാൽ നമ്മളിവിടെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നില്ല. പകരം ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. കസേരയുടെ വില തന്നിട്ടില്ല. കസേരയുടെ വില നമ്മൾ 100 എന്ന് വിചാരിക്കുക. കസേരയുടെ വില 100 എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മളോട് എന്താ പറഞ്ഞത്? 30% കൂട്ടുക ആണല്ലോ. 30% കൂട്ടുക എന്ന് പറഞ്ഞു. 30% കൂട്ടുക എന്ന് പറഞ്ഞാൽ 100ന്റെ 30% എത്രയാണ്? 30 തന്നെയാണ്. അപ്പൊ 100നോട് 30 കൂട്ടുക. അപ്പൊ ഇപ്പൊ കസേരയുടെ വില എത്രയായി? 130. ഇനി എന്ത് അദ്ദേഹം പറഞ്ഞത്? 10% ഡിസ്കൗണ്ട്, അതായത് വില കിഴിവ് എന്ന് പറഞ്ഞത്. അപ്പോ 130ന്റെ 10% നമ്മൾ എടുക്കേണ്ടത്, 100ന്റെ ഇല്ല. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി 130ന്റെ 10%. 130ന്റെ 10% എത്രയായിരിക്കും? 13 ആണല്ലോ. 130ന്റെ 10% എന്ന് പറയുന്നത് 13. അപ്പൊ ഇവിടെ 13 കുറയ്ക്കുക. 130നോട് 13 കുറച്ചാൽ 117. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും നോക്കുക. അതായത് ഈ 100ഉം 117 നോക്കുക. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 100 ആയിരുന്നു, ഇവിടെ 117 ആയിരുന്നു. ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 17 അപ്പൊ നമുക്ക് ലാഭം എത്രയാണ്? 17. അപ്പോ ശതമാനം എന്ന് പറയുന്നത് 17% ലാഭം എന്ന് പറയുന്നത്. ലാഭ ശതമാനം 17%. ഇവിടെ 100 ആയിരുന്നു, ഇവിടെ 117 ആയിരുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, അത് ശതമാനം ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോ 17% ഇവിടെ ലാഭം. ഇനി 130ന്റെ 10% 13 അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക. നമ്മുടെ ശതമാനത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു സംഖ്യയുടെ 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. എങ്ങനെ? ഒരു സംഖ്യയുടെ 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 130 എന്ന് പറയുന്ന സംഖ്യ, അതിനെ 100% എന്ന് എടുത്തു. ഇനി നമ്മളോട് 10% കാണാൻ പറഞ്ഞത് ആണല്ലോ. ഇവിടെ 100% എന്നുള്ളതിനെ 10% ആക്കാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഹരിച്ചാൽ മതി ആണല്ലോ. അപ്പൊ ഇവിടെ ഏത് ക്രിയേറ്റ് ചെയ്തോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏത് ക്രിയേറ്റ് ചെയ്തോ അത് തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യണം. അപ്പൊ 100നെ ഇവിടെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 0 വെട്ടി, ഇവിടെ 10% അതുപോലെ ഇവിടെ 0 വെട്ടി 13. അപ്പൊ 130ന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 13. നമ്മൾ ഇത്രയും സമയം എടുത്തത് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് വേറൊരു ചോദ്യം നോക്കുക. ഇവിടെ 30% എന്നുള്ളത് 20%, ഡിസ്കൗണ്ട് 10% വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. കസേരയുടെ വില 100 ആയിരുന്നു, അതിനോട് 20% കൂട്ടി എന്ന് പറയുമ്പോൾ 100ന്റെ 20% 20 അപ്പൊ 120. ഇനി ആ 120നോട് എത്ര ശതമാനം ഡിസ്കൗണ്ട്? 10%. അപ്പൊ 120ന്റെ 10% എന്ന് പറയുന്നത് 12. ആ 12 120 കുറച്ച് കഴിഞ്ഞാൽ 108. ഇനി ഇവിടെ എന്താ വരിക? 100ഉം 108. ആദ്യം 100 ആയിരുന്നു, പിന്നെ 108 അപ്പൊ 100നും 108 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8. അപ്പൊ ഇവിടെ ലാഭ ശതമാനം എത്രയാണ്? 8%. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇത്ര പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇക്വേഷനാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ ഇക്വേഷനിലൂടെ ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് 3 ചോദ്യങ്ങളാണ് ചെയ്തത്. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത 3 ചോദ്യങ്ങളായിട്ട് വരാം. അപ്പൊ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.